ഏറ്റവും ആളുകൾ വരുന്നത് ഉറക്കത്തെ പറ്റി പറഞ്ഞാണ്. ചിലപ്പോൾ ഉറക്കം കുറവാണ്, അല്ലെങ്കിൽ കൂടുതലായിട്ടും വരാം, അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ടൈമൊക്കെ ഉണ്ട്, ക്വാളിറ്റിയിൽ പ്രശ്നം, അങ്ങനെ പല രീതിയിലും ഉറക്കം പ്രശ്നമായി കാണാറുണ്ട്. അത് ഒരുവിധപ്പെട്ട എല്ലാ മാനസിക രോഗങ്ങളുടെയും ഒരു തുടക്കം ലക്ഷണമായിട്ട് കണ്ടുവരുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ ഇപ്പോൾ വിഷാദം പോലുള്ള ഒരു അസുഖമാണെന്ന് വയ്ക്കുക, ഇദ്ദേഹത്തിന് ഒന്നിനും ഒരു താല്പര്യം ഉണ്ടാവില്ല, താല്പര്യക്കുറവായിരിക്കും. മുന്നേ നമുക്ക് സന്തോഷം കിട്ടിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്യാൻ യാതൊരുവിധ സന്തോഷവും തോന്നുന്നില്ല. അതുപോലെ ചില ആളുകൾ വളരെയേറെ ആത്മഹത്യാ പ്രവണതയും ഡിപ്രഷനിൽ കാണാറുണ്ട്. അതുപോലെ ആങ്സൈറ്റി ഉത്കണ്ഠ രോഗം എന്ന് പറയുന്നത് വളരെയേറെ കോമൺ ആണ്. ആളുകൾക്ക് ഇങ്ങനെ വെറുതെ പേടിയായിക്കൊണ്ടിരിക്കുക, ഒരു പ്രത്യേക കാര്യത്തിനല്ല, എല്ലാ കാര്യങ്ങളും അതെങ്ങനെയായിരിക്കും, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആ ഒരു രീതിയിൽ ആങ്സൈറ്റി എല്ലാ കാര്യങ്ങളിലും വന്നുകൊണ്ടിരിക്കുക. ചിലർക്ക് അതിൻ്റെ കൂടെ ഫിസിക്കലായ സിംറ്റംസ് കൂടി വന്നുകൊണ്ടിരിക്കും. അതായത് ഇവർ റെസ്റ്റ്ലെസ് ആയിരിക്കും, ഇവർക്ക് നെഞ്ചിടിപ്പ് കൂടും, ആകെ ഒരു ശ്വാസം കിട്ടാത്ത അവസ്ഥ വരും. അതിനെ പാനിക് ഡിസോർഡർ എന്ന്, പാനിക് അറ്റാക്സ് പോലെ വരുന്ന ഇതും ഈ ഉത്കണ്ഠ രോഗത്തിൽ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ OCD പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും, റിപ്പീറ്റഡായി ഹാൻഡ് വാഷ് ചെയ്യുക, അതൊക്കെയാണ് കൂടുതൽ കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചിന്തകൾ ഇങ്ങനെ നമ്മളുടെ കൺട്രോളിലല്ലാതെ റിപ്പീറ്റഡായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം അതൊരു ആവശ്യമുള്ള ഒരു ഇറേഷണൽ തോട്ടാണെന്ന് അറിയാം, പക്ഷേ ഇത് റിപ്പീറ്റഡായി വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ആ ചിന്ത വന്ന് നമുക്ക് ആകെ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്നു. അപ്പോൾ അതായത് എൻ്റെ കൈ കഴുകിയത് ശരിയായില്ല, എൻ്റെ കയ്യിൽ എന്തോ അണുക്കൾ ഇരിക്കുന്നുണ്ട് എന്ന് ചിന്ത വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അതിനൊരു കമ്പൽസീവ് ബിഹേവിയറായിട്ട് ഞാൻ പോയി കൈ പിന്നെയും വാഷ് ചെയ്യുന്നു. അപ്പോൾ ഈ OCD അങ്ങനെയാണ്, ഒബ്സെഷൻ, തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒന്ന് മുക്തി നേടാൻ എന്ന് കരുതി ഇതിനൊരു കമ്പൽസീവ് ബിഹേവിയർ വരുന്നു.